സാറേ ഇതാ ഞാൻ പറഞ്ഞ കലീൽ. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. കലീലേതാ? ആ ചെക്കൻ്റെ ഏട്ടനാ. ഏത് ചെക്കൻ്റെ? ആ പെണ്ണിൻ്റെ ഒപ്പം വന്ന ഇയാൾക്കാണോ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്ലാസ ആണോ? ആ ഇരിക്കിരിക്കെ. താങ്ക് യു സാർ. അപ്പോൾ കാര്യങ്ങൾ എന്തായി സാറേ അന്വേഷിച്ചപ്പോൾ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരൊന്നും അത്ര നല്ലവരൊന്നല്ല. ഇത് ഇമ്മാതിരി പെണ്ണുങ്ങൾ സ്ഥിരം പരിപാടിയാണ്. വലിയ വീട്ടിലെ ചെക്കന്മാരെ വല വീശി പിടിക്കല്. ഏതാണ് ഇവൻ? നമ്മൾ ചെങ്ങായ. ഞാൻ ആ ചെറുക്കനെയും പെണ്ണിനെയും അത്യാവശ്യം പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളെ മിടുക്ക് പോലെ ഇരിക്കും. അത് മതി സാറേ അതൊന്ന് സഹായിക്കാൻ നമ്മളെ. ആ അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇവിടെ ഇവർ ആ ചെറുക്കൻ്റെ അടുത്തേക്ക് കൊണ്ടു. കേട്ടേ അതെ ഇത് 1500 ഉള്ളോ? അത്രേ ഉള്ളൂ എന്നാ പറയണേ. 1800 1800. ആ ചെക്കന്മാരോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ വരെ പറഞ്ഞു വിട്ടോളൂ. ആ ജാവോ ജാവോ ജാവോ. തനിക്ക് ഈ മൂന്നാംകിട പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? അത് വിട് സാറേ, ഞാൻ CA കണ്ട വിധം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ ശ്രമിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അവന്മാർ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട് തന്നെ കൊടുക്കാൻ. ചെന്ന ചെറു കാര്യം പറയും ചെല്ലുന്നു. ഇന്ന് കയറ്റിക്കെന്താ ഇടപാട്? അത് കുഴഞ്ഞു കുഴഞ്ഞ കേസാണ് സാറേ. ഇർഫോ ഇപ്പം നമ്മളിപ്പോൾ പോരെ, അന്നെ തോന്നിയ മാതിരി ജീവിക്കാൻ നമ്മൾ സമ്മതിക്കൂല. അതൊക്കെ എന്തിൻ്റെ ആടാണ്? ഇത് എൻ്റെ ജീവിതമാണ്, ഞാൻ തീരുമാനിക്കട്ടാ. ഈ കണ്ട ചെറുമി പണങ്ങളോടെ കൂത്താടി നടന്നടാ, എനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇല്ല എനിക്കൊന്നും നഷ്ടപ്പെടാം. എന്ത് വർത്താനാ പറയണത് മോളെ? ഇജ്ജ് ബേജാറാണ്ടട്ടാ. ആണുങ്ങളായാലേ പ്രേമം ഒളിച്ചോട്ടൊക്കെ ഉണ്ടാവും. ഇതൊരുമാതിരി എനക്ക് ഈ ചെറുക്കനെ തന്നെ കിട്ടിയോളൂ. ആ കിട്ടിയോളൂ, ഇവിടെ തന്നെ കിട്ടിയോളൂ. എന്തേ ഞാൻ വേറെ കൊണ്ടത്തേടി മോനെ ചെങ്കിലൊന്നാണ്. ചോർത്തിതാവണ്ട, എനിക്കറിയാം എൻ്റെ വീട്ടുകാരെ കേട്ടാ. ചെക്കൻ കുഴപ്പമുണ്ടാക്കുമോ? അവൻ കയറി കുറ്റം വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. അതൊന്നും കുഴപ്പമില്ല. താൻ ആദ്യം കേസ് ചാർജ് ചെയ്ത് ആ ചെറുക്കൻ്റെ മൊഴി രേഖപ്പെടുത്താൻ നോക്ക്. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് അവനെ കോടതിയിൽ ഹാജരാക്കണം. ആ ചെറുക്കനായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ വിവരം അറിഞ്ഞേനെ താൻ. ഇങ്ങനെ വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല കലിയിലെ. കാര്യങ്ങൾ നയപരമായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മളെ ചെക്കനെ കേടൊന്നും കൂടാതെ പുറത്തെത്തിക്കണ്ടേ? നിങ്ങൾ എന്താ ചെയ്തോട്. അസ്സലാമലൈക്കും. വെരി കേട്ടി. ആ കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് ഇത് ഡീലാക്കണം. ഇക്കണക്കിന് പോയാൽ കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകും തന്നെയാണ് തോന്നുന്നത്. ഈ ഗലിയിൽ വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കുക. നിങ്ങൾ വരി, എനിക്കൊരു കാര്യം പറയാം. ചായ വരട്ടെ കയ്യിൽ 2 ചായ കൂടി. നല്ല കലിയിലേ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എങ്ങനെ വരുന്നത് ഇങ്ങനെ എടുത്ത്? അതൊന്നും എനിക്കറിയണ്ട. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ സമയമായി. ഒരാഴ്ചക്കുള്ളിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. എന്താ ഇവിടെ പഠിക്കണ്ട? അല്ല, ഞാനിവിടെ ബഷീർ സാറിനെ കാണാൻ വന്നതാ. ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. പ്രൊജക്റ്റാ?
പൊന്നാനി അങ്ങാടിയും പള്ളിയും സംബന്ധിച്ചുള്ള ഒരു പ്രൊജക്റ്റ്. ആ എൻ്റെ പേര് അവിടെ തന്നെയാണ്. നമുക്ക് ചെയ്താലോ പ്രൊജക്റ്റ്? ഇർഫാൻ എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമോ ഒരാഴ്ചത്തേക്ക്? അതിനെന്താ, ഞാൻ ഒരാഴ്ച ഫ്രീ ആണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ വരാം. ഈ സാറിനെ കണ്ട രാവിലെ വലിയ വലിയ വിളക്കെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വരാം. ഈ അങ്ങാടിക്കാണ്. എനക്കെന്താടാ ചെറുമിപ്പണ്ണായിട്ട് മനുഷ്യൻ അന്തസ്സായിട്ട് നടക്കാൻ പറ്റാണ്ടായിക്കണ്. ഇജ്ജി ഈ കുടുംബത്തിന് സാമ്പത്തിക ഇഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിന്റെ മാനം കൂടി കളയാൻ എൻ്റെ പുറപ്പാട്. ഓൻക്കെന്താ ഉണ്ടാക്കി വെച്ച് തിന്നണം പോണോ? കലീലേ ജിമുണ്ടല്ലേ? ഇർഫോ, ഈ കലീൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യണ്ടാ? അനക്ക് ഓളായിട്ട് എന്താ ബന്ധം? ഒന്നുമില്ല അമ്മ, ഞാൻ കാരണം അവളുടെ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുത്ത്. അല്ലാണ്ട് ഓ ഈ വലിയ പരസായ അല്ലടാ, അന്റെ കെട്ടും മട്ടും കണ്ടില്ലല്ലടാ പല തറവാടുന്ന സഹായം കിട്ടിയേ. ജേ പാസാക്കലിന്റെ അഞ്ചനായിട്ടാ. എന്നാ പ്ലാസാക്കല്ലിൽ ഒരു കാര്യം കേട്ടോളി, എനിക്കോളെ ഇഷ്ടമാണ്. ഞാൻ ഓളെ തന്നെ എനിക്ക് ആഴിക്കോളൂ കേട്ടാ. മഹലിൽ നിന്നാണെങ്കിൽ ആദ്യം എന്റെ പേര് നന്നാവണം, എന്നാലേ ഈ താനമാനങ്ങളൊക്കെ എന്നോട് നിൽക്കുള്ളൂ. എനിക്ക് പച്ച വെള്ളം കൊടുത്തു പോരുത്. മനസ്സിന്റെ മാനം കളയാനായിട്ട്. സമാധാനായില്ലപ്പോ? ആദ്യം ഇർഫാൻ പറഞ്ഞപ്പോ തോന്നിയത് ഓൻ്റെ രസത്തിന് പറഞ്ഞാന്നാ. പക്ഷെ ഒരാഴ്ചത്തെ ഞങ്ങളുടെ യാത്രക്കിടെ എനിക്ക് മനസ്സിലായിരുന്നു ഇർഫാൻ മറ്റുള്ളവരെ പോലെ അല്ലാന്ന്. അതുകൊണ്ട് തന്നെയാ ജാതിയും മതവും ഒന്നും നോക്കാതെ ഓൻ്റെ കൂടെ പോവാൻ തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോണ പോലെ. ആ നിങ്ങൾ ടെൻഷൻ ആവാതെ, ഞാനൊരു കാര്യം പറയാം. ഇർഫാൻ ഇപ്പോൾ തൽക്കാലം വീട്ടുകാരോടൊപ്പം പോകും. അനന്തയെ നമുക്ക് സേഫ് സ്ഥലത്തേക്ക് മാറ്റാം. എന്നിട്ട് കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായൊരു വിധി മേടിക്കാം. ശരി. എന്നെ കൊണ്ട് കുറ്റാറ്റെടുക്കാൻ കഴിയൂല സാറേ. ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് സമയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മൈസൂരിന്റെ മുന്നിൽ ഞാൻ പറഞ്ഞില്ല സാർ. ഇതുവരെ നീ കണ്ട പോലീസിനല്ല ഷിഹാബെ നീ കാണാൻ പോകുന്നു. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. വിശാല ഇവിടെ മതം മാറ്റും. നിനക്ക് പ്രേമിക്കാൻ വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലേ? ഞാൻ സെയ്ത് ബാബത്തങ്ങള് ആ സാഹിബിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചില്ലേ? ആ ഇരിക്കേ ഇരിക്കേ. എന്ത് പോലാണ്ട എൻ്റെ എനിക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന നമ്മളെ കാര്യം വിട്, ചെമ്മച്ചിൻ്റെ കാര്യം ആലോചിക്കണ. ഏതാണ്ടോള് ഇതാണ്. എനിക്ക് വേറെ ആരും കിട്ടിയില്ല. ഇർഫോ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ പറയട്ടെ. ഇവിടെ പറയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ആ കിട്ടിയോളൂ, ഇവിടെ മാത്രം കിട്ടിയോളൂ. എന്ത് അങ്ങനെ അണിച്ചാ എനിക്ക് സെയ്ദ്ക്കാന്റെ അമ്മായിന്റെ മോളില്ലേ മൈൻഡോളെ നിങ്ങൾ കെട്ടിക്കോ. ഇർഫൻ ഞാൻ പറയുന്ന കേക്ക് മോൾ എന്ത് നല്ലതാ. ആയിക്കോട്ടെ. എന്താണ് ഇർഫൻ ഞാനൊന്ന് പറയുന്ന കേക്ക്? എന്ത് പറയാനാ നിങ്ങൾക്ക്? കുറച്ചു വരുമ്പോ വന്നല്ലോ ഇക്കാന്ന് പറഞ്ഞോളാം. ഒച്ച ഉണ്ടാക്കണ ഒച്ച ഉണ്ടാക്കണം. നിങ്ങൾ അതിലേക്ക് പന്ന പോർന്നു. ഇർഫൻ ഞാൻ പറയണേ. എടോ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുവദിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അവരെ അവരുടെ പാടായി. ഇവര് തമ്മിലിപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സാറ് വേണ്ട പോലെ ചെയ്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുട്ടികളെ മാക്സിമം പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പണി കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ നോക്കിക്കോ. ഓൻ്റെ താത്ത സെലീന. അല്ല ഞാൻ തിന്നൽ കുടിക്കലില്ല. സംഗതി ഓൻ ജൻസനൊക്കെ തന്നെ. പക്ഷെ ഓനിക്ക് ഭ്രാന്താണ്. കുറേ കാലം ആൽബൈനി അതിൻ്റെ പിന്നെ ആലങ്ങനെ പോവുക. ആ കഴിഞ്ഞപ്പോൾ വണ്ടി ഭ്രാന്ത്. ഇപ്പച്ചാണ് അല്ലാണേര്. മോളെ ഓൻ്റെ
അതായതുകൊണ്ട് പറയാം ഓൻ ഇങ്ങനെ മാറിക്കൊണ്ടിക്കോ തടി കഴിച്ചിലാക്കി കള അല്ലച്ച് ബേജാറാണ്ടട്ടാ ഇനി സമയണ്ട് ഒന്നും ബേജാറാണ്. ഇർഫോ മാമൻ പറഞ്ഞ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ജി. ഇരിക്കി എന്തെന്നാ പേര്? അനിത. അനിത. ഓനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാ. ഉഷാറാവും മോനെ. സെലീന ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം അവനോട് പറയണ്ട കേട്ടോ, ഭ്രാന്തന. കൊടുത്തില്ലേ? അല്ല നിങ്ങളിപ്പോ പള്ളിയിലേക്കാ പോണ്? പ്രായത്തിൻ്റെ പക്വത നീ കാണിക്കണം. ആ ചെക്കന് നിന്നോട് പ്രേമൊന്നുമില്ല. അവരുടെ മതത്തിലെ ആളെ കൂട്ടണം. അതിന് നമ്മുടെ മതത്തിലെ താഴ്ന്ന ജാതിക്കാരാണ് ആവശ്യം. അതിനവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടും വരുന്നുണ്ട്. ഗണേഷ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം? നിന്റെ തരത്തിനും പ്രായത്തിനും പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏട്ടൻ കണ്ടുവച്ചിക്കണല്ലേ? ഞാനും കുറെ ആൾക്കാരെ കണ്ടതാ. അവർക്കൊക്കെ ആവശ്യം മറ്റു ചെറുതാ. അങ്ങനെയല്ലാത്ത ഒരാൾ കണ്ടത് ഇർഫാനില്ല. നിന്റെ അഴിഞ്ഞാട്ടത്തിനെ ഞാൻ ഇർഫാനെ വിട്ടിട്ട് വരില്ല. ഞാൻ അവന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത്രയും കാലം ഏട്ടൻ തീരുമാനിച്ചില്ലേ? ഇതെന്റെ തീരുമാനം. എനിക്കിങ്ങനെ പെങ്ങളില്ല, നിന്റെ ബന്ധുല്ല. അവർക്ക് പോലീസ് കുറച്ചുകൂടെ മനസ്സിലാക്കി കൊണ്ടുപോ. കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നടക്കുന്നതാ. മണിയർവാതിലെന്തിനപ്പോ പോലീസുകാരൻ പൊട്ടിയത്? നീ കിടന്ന് എന്തൊക്കെയാണ് ഒപ്പിക്കണാവും. നമ്മളിനിപ്പോ എന്താ ചെയ്യാ? എന്നോട് കൂടെ ഒന്നുമില്ല, ഞാൻ വെളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്താ? മുട്ടുക്കിക്ക നിങ്ങൾ രണ്ടാളും കടുംപിടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. ബച്ചിനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കൂ? ചെന്നും മുണ്ടാണ്ട് നിക്കർഫോ. ചെന്തിട്ടാ പറയണത്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അനക്കുപ്പാനോട് കാക്കാനോട് എതിർക്കാനുള്ള ഉസിരുണ്ട. അവിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അല്ല പിന്നെ ഇങ്ങോട്ടത് ചിലപ്പോ ഒന്നും അത് മാറേണ്ടി വരും. കുഴപ്പമില്ലല്ലോ? ഉണ്ടാ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തണ വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിക്കണം. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചിയാ എന്താ എന്നോട് പറയാണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമൻ പറയണ പോലെ കേക്ക്. എനിക്കൊരു പേടിയും പേടിക്കണ്ട. പാപ്പ എല്ലാം സമ്മതിച്ചേക്കണ. കേക്കണ്ട. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. ഓളെ അനക്ക് കെട്ടിച്ചേരും. മറ്റോട്ടിട്ട് പോരെ. ഇതുകൊണ്ട്
അല്ല അപ്പൊ അനിതെന്തി ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ ഇപ്പം നമ്മളോളെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്ക്യൂ ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജാ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അനിതേനെ പറയല്ലേ പറയല്ലേ, അതൊക്കെ മാമന് വിശ്വാസമല്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല അമ്മ. ഇനിയിപ്പോൾ പോലീസുകാർ ഒന്നുമില്ല. നീ അവളോട് കാര്യം പറയും, നീ അവളോട് കാര്യം പറയും. കേട്ടി? ഈ പൊയ്ക്കോ. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയോ? അല്ലേ നീ റെസ്ക്യൂമിൽ പോണല്ലേ നല്ലത് അല്ലേ? അതാകുമ്പോൾ സേഫ് ആയിരിക്കുമല്ലോ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇർഫാനെ. അവൾക്ക് പറ്റൂടോ? ഇല്ലേ? അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ പോയി. ഇനി നിൻ്റെ പരിപാടി എന്താണ്? നേരെ തന്നെ ചന്ദ്രനെ വിളിച്ചിട്ട് ഇവിടെ വീട്ടിലേക്ക് വിടാനുള്ള കാര്യങ്ങളേ. വേണ്ട സർ, ഞാൻ വീട്ടിലേക്ക് പോകണില്ല. വീട്ടിലേക്ക് പോകുന്നില്ലേ? പിന്നെ അങ്ങോട്ട് പോകാനാ? ഞാൻ റെസ്ക്യൂ ഹോമിലേക്ക് പോയിക്കോളാം. നീ എവിടെ പോകണം പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, പോലീസാണ്, നീയല്ല. നീ റെസ്ക്യൂ ഹോമിലേക്ക് പോകുന്നില്ല. എടോ താൻ ചന്ദ്രനെ വിളിക്ക്, ഇവിടെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്. അവിടെ ഇരിക്കും. ഹലോ ഇർഫാൻ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കേട്ടോ. ഇവരെന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാ. വേണ്ട വേണ്ട, വീട്ടിലേക്ക് പോകണ്ട. നിനക്ക് ആ പോലീസുകാരങ്ങനെ പലതും പറയും. ഞാനിപ്പോൾ വരാം. ടെൻഷനാവണ്ട. ഞങ്ങളുടെ വണ്ടി ഇരിക്കണം. ഒക്കെ വണ്ടി ഇരിക്കുന്നു. അങ്ങോട്ട് അവളെ പെരയെ കൊണ്ടുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു അവളോളെ പെരക്കല്ലോടെ പോണ്ട്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു. ആ തീരുമാനം വലുത് മാറും. എൻ്റെ പ്രാന്തനൊത്ത് പിടിക്കലാണോ നമ്മളെ പണി? മര്യാദയ്ക്ക് അടങ്ങി ഇരുന്നോ? വണ്ടി നിർത്തിക്കാ. ഇരിക്കാൻ പറ്റില്ല ഇപ്പോൾ. ഒന്നും ചെയ്യണ്ട. അല്ലേ ഫോൺ പിടി. ഫോൺ ചായക്കാം. എടുത്തോ. അത് നടക്കില്ല സാറേ. അവളുടെ പേര് പറഞ്ഞ് ഇനി അവനെ വിളിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവളിവിടെ നിൽക്കുന്നത് നമുക്കും തലവേനയാ. അവളെ റെസ്ക്യൂ ഹോമിലേക്ക് കൊണ്ടുപോകാൻ പറ. മാ 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 ഉമ്മ എവിടെ? ഓളെ അബുവിൻ്റെ കൂടെ കൊണ്ടാക്കി. അതെന്തിന്? എനിക്ക് മനസ്സുണ്ടായിട്ട് ഞാൻ പുറത്തേക്ക് പറഞ്ഞോടെ ഓളോടെ വേണമല്ലേ? ജി പടിക്ക് പുറത്തിറങ്ങൂല. നിങ്ങളെ കൂടെ എന്നെ പറ്റിക്കണായിരുന്നല്ലേ? പിന്നെ അനക്കെ ഓളെ പിടിച്ച് കെട്ടിച്ചേരടാ. ഇർഫോ, ഉപ്പാക്ക് ഈ മഹലിൽ സ്ഥാനമാനങ്ങളും പേരൊക്കെ ഉണ്ട്.
മോനായിട്ടത് കളയരുത്. നോക്ക്, നമുക്ക് പറ്റിയ ബന്ധമല്ലത്. ജാതി വേറെ, മതം വേറെ. പോരാത്തതിനുള്ള എന്നേക്കാൾ 5-6 വയസ്സ് മൂത്തതാണ്. ഇജ്ജ് തണ്ടും മറന്നാളാ. ഓളാ ജാതി അവളുടെ കുഴപ്പം. ഞാൻ ഈ ജാതി എൻ്റെ ഗുണമാണ്. നബിക്ക് അത് ജാബിനെ കല്യാണം കഴിക്കുമ്പോൾ 15 വയസ്സിന് ഒപ്പുണ്ട്. കുളം മറക്കാൻ പറ്റൂല അപ്പം. സത്യമായിട്ട് ഒന്നിനും വരില്ല അപ്പം. നമുക്ക് ഒരു ചീത്ത പേരും ഉണ്ടാക്കൂല. ഉറപ്പല്ല. ഞങ്ങൾ എങ്ങോട്ടേലും പോയിക്കോളാം. പോകോ. ഈ വായന പറഞ്ഞിട്ട് എങ്ങോട്ടാ പോണേ? വാ പറഞ്ഞിട്ടില്ലേ? ഞാൻ അവിടെ ഇറക്കി കൊണ്ടുവരാൻ പോവാ. അനിത നിങ്ങളുടെ കൂടെ വരുമോ? വരേണ്ടതാണ്. ഞാൻ അവളുടെ ഒരു കാര്യത്തിനെതിരെ നിന്നിട്ടില്ല. അവൻ അവളെ അന്വേഷിച്ച് എന്ന് വരുന്നു അന്ന് അവളുടെ കൈ പിടിച്ച് ഞാൻ കൊടുക്കും. വാ. ആ മോളെ, എന്ത് കോലടി എൻ്റെത്. ചെറിയമ്മ പലവട്ടം പറഞ്ഞതല്ലേ ഈ പ്രേമം മണ്ണാങ്കട്ടയൊന്നും വേണ്ടെന്ന്. ചെറിയമ്മയെ കണ്ട ഒറ്റാന്തടി, മരണം വരെ സന്തോഷം. അനിത തൽക്കാലം ചെറിയമ്മയുടെ കൂടെ പോ. വിഷമിക്കാതടോ, എല്ലാം ശരിയാവും. വേണ്ട ചെറിയമ്മ, ചന്ദ്രേട്ടൻ ഇനി അവിടെ വന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. ചന്ദ്രനല്ല ഏത് ദേവേന്ദ്രനാണേലും ഈ കമലൂന് പുല്ല. എൻ്റെ മുന്നിലൊന്നും നിൽക്കാനുള്ള ധൈര്യമൊന്നും അവനില്ല. മോള് വാ. ഇനി എന്തിനാ വിഷമിക്കണത്? നീ പോയിട്ട് വാ. പോയിട്ട് വാ. ശരി, വാ. അനിത, മൊബൈൽ. ശരി. അത് കൊടുക്ക്. എന്താ അവിടെ? പോസ്റ്റ്മോർട്ടം കഴിയാറായി. ആംബുലൻസ് റെഡിയല്ലേ? എന്താണ് നിങ്ങളുടെ മകൻ്റെ പേര്? ഇർഫാൻ. ആദ്യം ബോഡി കണ്ടത് ആരാ? ആലോചിച്ച് പറഞ്ഞാൽ മതി. സമാധാനായല്ലേ? എവിടെ? ഇർഫാനെ കണ്ടോ? ഇർഫാൻ 2 ദിവസമായിട്ട് വഴിക്ക് വന്നിട്ടില്ലല്ലോ. 2 ദിവസമായിട്ട് ആ ബൈക്ക് അവിടെ ഇരിക്കുന്നു കാണാണ്ട്. എന്തു പറ്റി? ഒന്നുമില്ല.